ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ ഫബി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നൊരു സ്പോട്ടിൽ പോവുകയാണ്. പുറത്ത് അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ട്, എന്നാലും ഒരു ചായ കുടിക്കണം. അങ്ങനെ ചായയൊക്കെ മേടിച്ച് നേരെ ഇപ്പം ഞാൻ പോകുന്നത് ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല, പിന്നെ കുറച്ച് മരങ്ങളും കുറച്ച് തണലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഈ ഒരു ചായ കുടിച്ചതിന് ശേഷം അവിടെ നിന്ന് വേണം നമ്മുടെ സ്പോട്ടിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിക്കാൻ. അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞാനിപ്പം നാഷണൽ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഞാൻ പറഞ്ഞ ആ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്ക് ആരും ഇല്ലാത്തൊരു സീറ്റ് നോക്കി ചായയൊക്കെ അവിടെ വെച്ച് ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കാറ്റത്താടി വിലയുന്ന പനമരവും വൃക്ഷങ്ങളും ആ ഒരു ആംബിയൻസ് അത്യാവശ്യം നല്ല രസമാണ്. ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് വൈബാക്കിയിട്ട് വേണം നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഈ കാറ്റത്ത് ഈ വൃക്ഷങ്ങൾ ആടി വിലയുന്നതും കണ്ട് കൊച്ചു കുഞ്ഞിക്കിളിയുടെ ശബ്ദമൊക്കെ കേട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ചായ ഉണഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ചായ കുടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാൻ നമ്മളുടെ സ്പോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയവും ഇതിന് ചുറ്റിനുമുള്ള ഓരോ സ്ഥലങ്ങളും അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടുത്തുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, വെറുതെ റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് ഏതെങ്കിലും യാത്രയിലോ ഒരു ചായയൊക്കെ വാങ്ങി ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. പിന്നെ തൊട്ട് മുമ്പിലായിട്ട് ഒരു വെള്ളച്ചാട്ടവും ഉണ്ട്, നല്ല രസമാണ് കാണാനും. അങ്ങനെ ഇവിടുത്തെ ചെറു ചില്ലറ കാഴ്ചകളൊക്കെ കണ്ട് അതൊക്കെ എൻ്റെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ എതിർവശത്തായിട്ട് ഒരു എക്സിറ്റ് ഗേറ്റ് ഉണ്ട്. ചില സമയങ്ങളിൽ അത് ഓപ്പണായി കിടക്കുന്നത് കാണാം. അപ്പോൾ അതുവഴി റോഡ് ക്രോസ് ചെയ്ത് വേണം നമ്മളുടെ സ്പോട്ടിലോട്ട് പോകാൻ. അത് തുറന്നു കിടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. ഞാൻ കരുതിയത് പോണക്ക് ആ ഗേറ്റ് തുറന്ന് തന്നെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ എല്ലാം എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ കോമ്പൗണ്ട്, ഈ ഒരു ഫുൾ പ്രോപ്പർട്ടി ചുറ്റി വേണം ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തേണ്ടിയിരുന്നത്. ഇവിടുത്തെ റോഡുകൾ അത്യാവശ്യം മെച്ചപ്പെട്ടത് തന്നെയാണ്. എത്ര സ്പീഡിൽ പോയാലും റോഡിൽ കുണ്ടോ കുഴിയോ ഉള്ളതിൻ്റെ പേരിൽ ആർക്കും ബ്രേക്ക് ചവിട്ടേണ്ടി വരുന്നില്ല. പിന്നെ ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ച് ഓടിക്കുന്നവർക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം കിട്ടും. അങ്ങനെ ഒടുവിൽ കാത്തുനിന്ന് കിട്ടിയ തക്കത്തിന് റോഡും ക്രോസ് ചെയ്ത് ഞാൻ നമ്മുടെ സ്പോട്ടിലേക്ക് പോകാനുള്ള സൈഡ് പിടിച്ചു. ഇനി കുറച്ചു നേരം കടലൊക്കെ കണ്ട് അതിൻ്റെ തിരമാലകളൊക്കെ കണ്ട് ആ ഓളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നമുക്ക് നടക്കാം. കടലിൽ ഓളമടിച്ച് കളിക്കുന്ന ചെറിയ ബോട്ടുകളൊക്കെ കണ്ട് അല്പം നേരം ഞാൻ അവിടെ നിന്നു കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് അതിനുശേഷം മുമ്പോട്ടേക്ക് പോകാമെന്ന് കരുതി. കുറേ വീഡിയോസ് ഞാൻ വരുന്ന വഴിക്ക് ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കതൊക്കെ ടേക്ക് ഡൗൺ ചെയ്യേണ്ടി വന്നു. കാരണം ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല, ഞാൻ ഈ ഇരുന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് പിൻവശം അതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. പക്ഷേ അവിടെ നിന്നും അല്പം റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് വന്നിരുന്നപ്പോഴാണ് തൊട്ട് മുമ്പിലുള്ള ഈ പാർക്ക് ഞാൻ ശ്രദ്ധിച്ചത് തന്നെ. ഫുൾ ടൈമും ഫോണും ക്യാമറയൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ചുറ്റുമുള്ള ചില കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സാവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ഇരുന്നുള്ള യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നാട്ടിൽ കടകളും വീടുകളും ഒക്കെ സിമെൻറ്റും കട്ടയും കൊണ്ട് നിർമ്മിക്കുമ്പോൾ ഇവിടെ കണ്ടെയ്നറുകൾ കൊണ്ടാണ് ഇവർ ഈ കടകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ റെസ്റ്റ് റൂമും അകത്തൂടുള്ള പാതകളും റോഡും ചായക്കടകളും ഒക്കെ വേറിട്ട് നിൽക്കുന്നതാണ്. കഴിക്കാനുള്ള പൊതികളൊക്കെ മേടിച്ച് കയ്യിൽ സ്റ്റോക്കാക്കിയിട്ട് തൊട്ടടുത്തുള്ള സ്റ്റെയർ കയറുകയാണ്.
പല തവണ ഇവിടെ വന്നെങ്കിലും ഇവിടെ ഞാൻ കയറിയിട്ടില്ല. മുകളിൽ എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് കരുതി. താഴെ നിന്ന് കാണുന്നതിലും കുറച്ചുകൂടി മനോഹരമാണ് മുകളിൽ നിന്ന് ഈ ഒരു ഏരിയ കാണാൻ. കുറച്ചുകൂടി വൈഡായിട്ട് കിട്ടും. അങ്ങനെ ആരും അധികം ഇല്ലാത്തൊരു സ്ഥലം നോക്കി ഞാനിരുന്ന് എൻ്റെ കയ്യിലെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ഒപ്പം ഈ ഒരു സന്ധ്യയിൽ കത്തി നിൽക്കുന്ന ഈ ഒരു ലൈറ്റും കാറ്റത്താടി ഉലയുന്ന ഈ ചെറിയ ഒരു വൃക്ഷവും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ആഹാരം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ നാളത്തെ ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് തിരികെ റൂമിലേക്ക് നടന്നു തുടങ്ങി. അങ്ങനെ ഇന്നത്തെ ഈ ഒരു നല്ല ദിവസം ഇവിടെ പൂർണ്ണമായി. ശുഭം. അടുത്ത നല്ലൊരു കണ്ടൻറ്റുമായി അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ഗുഡ് ബൈ.